ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ക്യാരറ്റ് ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും ഒക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വിരുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു ഐറ്റം കൂടിയാണ്. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല, അപ്പോൾ അവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഏകദേശം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്യുന്നത്. മുഴുവനായിട്ട് നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കുറേ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ആവി കയറിയിട്ടൊന്ന് വേവാനുള്ള ഒരു പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളം എടുക്കുന്നില്ല കേട്ടോ, അത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്യാരറ്റ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി, അത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പഞ്ചസാര അതുപോലെ തന്നെ ഈ ഒരു നെയ്യിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. പഞ്ചസാരയും നെയ്യും കൂടിയും ചേരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. പഞ്ചസാര ഉരുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. പഞ്ചസാര അതുപോലെ തന്നെ നെയ്യും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെറുങ്ങനെ ഒന്ന് വറ്റിക്കോളും. വറ്റിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റ്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലോണം തണിയാൻ വെക്കണം. തണിയാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ചൂടാറാൻ വെക്കാന്ന് കേട്ടോ നമ്മൾ പറയും ഇവിടെ. പക്ഷേ അത് നമ്മൾ എൻ്റെ ഈ ഒരു ഭാഷ ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ അങ്ങനെ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ പറയുന്ന അറിയില്ല കേട്ടോ. അതിപ്പോൾ ഇങ്ങോട്ട് തെറ്റിപ്പോകുന്നതേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റേതായൊരു ഭാഷയിൽ കൂടെ തന്നെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവായ്മ ഉണ്ടെങ്കിലൊന്ന് പറയണേ. ഇനി ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് നോക്കിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ഏലക്കായി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 10 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാന്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. അടിഭാഗത്ത് ഒട്ടി പിടിക്കുന്നതിനാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു കൂട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കുക.
ഇത് മൂടി വെക്കുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എടുത്തില്ല, അതിന് എടുത്തെന്നുള്ള ഓർമ്മയിലായിപ്പോയി. അപ്പോൾ അതാ 20 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിന് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. തട്ട് വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് അടിപൊളി പോള നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക്. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മേൽഭാഗം ഇതേപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ലോണം വെന്തിക്കുണ്ടാവും കേട്ടോ. കൈമേലൊന്നും പിടിക്കുകയില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചാൽ താണു പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം.